ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിബ്രെ ഓഫീസ് എന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ്. നമുക്കറിയാം, മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ എന്നിവയെല്ലാം നമുക്കറിയാം. അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലിബ്രെ ഓഫീസ്. ലിബ്രെ ഓഫീസ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റും. മൈക്രോസോഫ്റ്റ് എക്സലിലെയും വേർഡിലെയും എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷനും ഇതിലും ഉണ്ടാവും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കിത് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അതിനുവേണ്ടി ഞാനിവിടെ ക്രോം ഓപ്പൺ ചെയ്ത് ഇവിടെ ലിബ്രെ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ലിബ്രെ ഓഫീസ് എന്ന് വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ലിബ്രെ ഓഫീസ്. ഇവിടെ തന്നെ എഴുതിയതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിബ്രെ ഓഫീസ് ഈസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായി കാണാൻ പറ്റും. അതിൽ ഇവിടെ കാണുന്ന ഡൗൺലോഡ് നൗ എന്നത് ക്ലിക്ക് ചെയ്യുക. ഞാൻ വെബ്സൈറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിബ്രെ ഓഫീസ് 7.5.1. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ച് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യാം. ലിനക്സ്, മാക്, വിൻഡോസ് 32 and 64 ബിറ്റ് എല്ലാം ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ ടോറൻറ്റ് മൂലവും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് ഓൾഡ് വേർഷൻ ആണ്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദിസ് വേർഷൻ ഈസ് സ്ലൈറ്റ്ലി ഓൾഡർ ആൻഡ് ഡസ് നോട്ട് ഹാവ് ദ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ്. അതായത് ഇതിൽ ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ് ആയ ഫീച്ചേഴ്സ് ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ടോറൻറ്റ് മൂലവും ഡൗൺലോഡ് ചെയ്യാമെന്ന്. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഞാനൊന്നുമില്ല, ഡയറക്റ്റ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിബ്രെ ഓഫീസ് ബിൽറ്റ് ഇൻ ഹെൽപ്പ് 2.5 MB ഉണ്ട്. ഇനി അതൊന്നും ചെയ്യണ്ട, അത് അവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇതിന് മുൻപുള്ള ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി ഇത് ഡൗൺലോഡായി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഡൗൺലോഡായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്നുമില്ല, നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഓഫീസ് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയും നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ ഇതിൻ്റെ ഐക്കൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. വേണ്ട എന്നുണ്ടെങ്കിൽ അൺടിക്ക് ചെയ്യുക. ഞാനിത് അൺടിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും.
അതുപോലെ എന്തെങ്കിലും കമാൻഡ് ചോദിക്കുകയാണെങ്കിൽ യെസ് കൊടുക്കുക. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഫിനിഷ് കൊടുക്കുന്നു. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ വന്ന് ലിബ്രെ ഒന്ന് സെർച്ച് ചെയ്യുന്നു. ഇത് എക്സൽ ആണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സലിൻ്റെ അതേപോലെ തന്നെയാണ്, കോളങ്ങളും എല്ലാം ഉണ്ട്. ഇതുപോലെ വലുതാക്കാം, ചെറുതാക്കാം, ഫോർമുലകളെല്ലാം ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇതുപോലെ സെലക്ട് ചെയ്യാം. എക്സലിൻ്റെ പോലെ തന്നെ സമ്മ്, ആവറേജ് എല്ലാം തന്നെ കാണിക്കും. ഇനി ഇതിൻ്റെ ബാക്കി സംഗതികൾ, ഓരോരോ ഓപ്ഷൻസുകളും ഇതെല്ലാം നമുക്ക് വേറെ വേറെ വീഡിയോയിൽ നോക്കാം. ഇനി നമുക്ക് വേർഡിന് പകരമായിട്ടുള്ളത് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ വീണ്ടും ലിബ്രെ എന്ന് സെർച്ച് ചെയ്യുന്നു. ലിബ്രെ ഓഫീസ് റൈറ്റർ, ഇതാണ് നമുക്ക് വേർഡിന് പകരമായിട്ടുള്ളത്. ഇത് എക്സലിന് പകരമായിട്ടുള്ളതും. ഞാൻ ഇതിനു മുൻപ് എക്സൽ എന്നാണ് പറഞ്ഞത്, സോറി. ഇത് എക്സലിന് പകരമായിട്ടുള്ളതും ഇത് വേർഡിന് പകരമായിട്ടുള്ളതും. ഇതും അതേപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇതുപോലെ സെലക്ട് ചെയ്ത് ഫോണ്ട് വലുതാക്കാം, എല്ലാം ചെയ്യാം. ഇതും അതേപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസുകളെല്ലാം വേറെ വേറെ വീഡിയോയിലായിട്ട് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ സംഗതികൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.